ഹലോ നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ നൂഡിൽസാണ്. നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ നൂഡിൽസ്. അതിനായിട്ട് ഞാൻ ഒരു 100 ഗ്രാം ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്, ബോൺലെസ് ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് അതിന് വേണ്ടുന്ന പച്ചക്കറികൾ. പിന്നെ നമുക്ക് ചിക്കനിലേക്ക് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് പെരുംജീരകമാണ്. അതിൻ്റെ പൊടിയല്ല, പെരുംജീരകം. പിന്നെ നമുക്ക് 100 ഗ്രാം ചിക്കനിൽ ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പ്. ഇതിനൊന്നും അങ്ങനെ അളവൊന്നുമില്ല. നമ്മുടെ 100 ഗ്രാമിന് എത്ര വേണം നമുക്കറിയാമല്ലോ, ഇത്ര ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളിതെല്ലാത്തിനും കൂടെ ഒന്ന് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ശകല ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കണം. ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണം. നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. പെരുംജീരകം നമ്മൾ പൊടിച്ച് ചേർക്കുന്നതിലും നല്ലതാണ് ഇങ്ങനെ ചേർക്കുന്നത്. അടുത്ത നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ തിരുമ്മി യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. ഈ സമയം നമ്മൾ ഗ്യാസിൻ്റെ തീ അല്പം കുറച്ച് വെക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഇടാനും. ഇത് നമ്മൾ വറുത്ത് കോരിയെടുക്കാനും, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അധികം സമയമൊന്നും വേണ്ട. 2 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് നമ്മുടെ ഒരു സൈഡ് വെന്തിട്ടുണ്ടാവും. ഒരുപാട് നമുക്ക് കുക്കായി പോവുകയും ചെയ്യരുത്, ഫ്രൈ ആയി പോവുകയും ചെയ്യരുത്. ഒരു മീഡിയം റേഞ്ചിൽ നിന്ന് വേണം നമ്മളത് ഫ്രൈ ആക്കി എടുക്കാൻ. നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി അതൊരു ബൗളിലേക്ക് മാറ്റാം. ചിക്കനെല്ലാം ഞാൻ ബൗളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞ് വെക്കണം. ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെക്കണം. എന്നിട്ടാണ് നമ്മളത് നൂഡിൽസ് ചേർക്കുന്നത്. ഇനി നമുക്ക് അടുപ്പിലേക്ക് മറ്റൊരു പാൻ വെച്ച് കൊടുക്കാം. അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അപ്പോഴത്തേക്ക് ഇപ്പുറത്തെ അടുപ്പിലേക്ക് നമുക്ക് നൂഡിൽസിന് വേണ്ടുന്ന വെള്ളവും കൂടെ വെച്ച് കൊടുക്കാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ വറുത്ത് കോരിയ എണ്ണ തന്നെ ഉപയോഗിച്ചാൽ മതി. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ പച്ചക്കറികൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 പച്ചമുളക്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഒരു സവോളയുടെ 3/4 കൂടെ എടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ ഈ 4 കൂട്ടം പച്ചക്കറികളാണ് എടുത്തിരിക്കുന്നത്. ഈ സമയം തന്നെ ഒരു ശകലം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. നമ്മൾ ആദ്യമേ ഉപ്പ് ചേർക്കുന്നത് പച്ചക്കറികളിലെല്ലാം ഇത് ഉപ്പ് പിടിക്കാനാട്ടോ. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ചേ ചേർക്കാവൂ. കാരണം നമ്മൾ നൂഡിൽസിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ അല്പമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഉപ്പ് കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് വീതമേ നമ്മൾ ഇട്ട് കൊടുക്കാവൂ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടേക്കുക. നമ്മൾ മുമ്പത്തെ നമ്മുടെ ചിക്കനാണ് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. എത്ര ചെറിയ പീസുകളൊക്കെ അരിഞ്ഞു വെക്കണേ. അതെ, പച്ചക്കറികൾ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. അതൊന്ന് വഴണ്ട് വരട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ 2 പേർക്കുള്ള നൂഡിൽസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യത്തിനായിട്ടുള്ള നൂഡിൽസ് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഞാൻ 2-3 പേർക്ക് കഴിക്കാവുന്ന രീതിയിലാണ് എനിക്ക് ഉണ്ടാക്കുന്നത്. നമുക്ക് എത്രയാണോ വേണ്ടത് അത്ര അളവിലിട്ട് കൊടുക്കുക. വെള്ളം തിളച്ചതിന് മാത്രമേ നമ്മളിടാവൂ.
നൂഡിൽസ് വേകാൻ അങ്ങനെ അധികം സമയമൊന്നും വേണ്ട, 2-3 മിനിറ്റ് മതി. 2 മിനിറ്റ് തന്നെ നമ്മുടെ നൂഡിൽസ് നന്നായിട്ട് വെന്ത് കിട്ടുന്നതാണ്. ഇതവിടെ കിടന്ന് വെന്തോട്ടെ. ആ സമയം നമുക്ക് നമ്മുടെ പച്ചക്കറികളിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഏകദേശമായിട്ടുണ്ട്, നമ്മുടെ പച്ചക്കറികൾ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ മാഗി ക്യൂബ്. എത്രയാണോ വേണ്ടത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വേണം നമ്മൾ ഓരോ പൊടികളും ചേർക്കാൻ അതിനായിട്ട്. പിന്നെ ഒരല്പം ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയും മസാലകളെ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. മാഗി ക്യൂബിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്ത് നന്നായിട്ട് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ആ സമയത്തിന് നമ്മുടെ ചിക്കനും കൂടെ അതിലിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ യോജിപ്പിച്ചെടുക്കുക. നൂഡിൽസിന് വേണ്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും പരിപാടിയേ ഉള്ളൂ, അതിനകത്ത് അധികം മസാലകളൊന്നുമില്ല. നമ്മുടെ നൂഡിൽസ് ഇവിടെ വെന്തിട്ടുണ്ട്. അത് നമുക്കൊരു കിഴുത്ത പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം പച്ചവെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ സമയത്ത് നമ്മൾ പരസ്പരം കട്ട പിടിക്കാതിരിക്കാനാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നൂഡിൽസ് ഇവിടെ വറന്ന് വന്നിട്ടുണ്ടല്ലോ, അത് നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് ഊറിപ്പോകാൻ ഞാൻ വെച്ചിട്ടില്ല. നമ്മളൊരല്പം ഈർപ്പം അതിൽ നിൽക്കണം, എന്നാലാണ് നമ്മൾ മസാലകൾ നന്നായിട്ട് അതിൽ പിടിച്ച് വരുള്ളൂ. ഒരല്പം വെള്ളത്തോടു കൂടി തന്നെ അങ്ങനെ എടുത്തിരിക്കുന്നത്. അത് നമ്മളിപ്പോൾ അത് ചെയ്യുമ്പോൾ ആ വെള്ളമെല്ലാം അങ്ങ് പൊയ്ക്കോളൂ അതിനകത്തുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പം തന്നെ നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ച് വെച്ചേക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ പരിപാടി. ഞാനൊരു 15 മിനിറ്റാണ് ഇവിടെ 2-3 പേർക്കുള്ള നൂഡിൽസ് ഉണ്ടാക്കാൻ എടുത്ത സമയം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഒരുപാട് മസാലകളും ഒന്നുമില്ല, പക്ഷെ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ.